ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോർജ് കുട്ടി ഇതിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ജോർജ് കുട്ടി പിടിക്കപ്പെടണോ? അവർ പല ചോദ്യങ്ങൾക്കും അയാൾ ആൻസർ ചെയ്യേണ്ടി വരും. സിനിമയിൽ അങ്ങനെ ഉണ്ട്. അയാളുടെ ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് അവരുടെ മുന്നിലൊന്നും അദ്ദേഹത്തിന് യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇത് നരകതുല്യമാണ് ഇതുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പം ഇത് എവിടെയെങ്കിലും അയാൾക്ക് ഇറക്കി വെക്കണം. അതിനാരുമില്ല, അയാൾ തനിച്ചാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. Good evening. എല്ലാവർക്കും മനോഹരമായ ഒരു സായനം നേരുന്നു. We have some very special guests from Mumbai. Kumarji, Abhishekji, Rajeshna. Welcome to our family. ജോർജ് കുട്ടി എന്ന് പറയുന്നുള്ളതാണോ അതോ ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ ഫിയർ ജോർജ് കുട്ടിയോടാണ് ചോദ്യം. ലാൽ സാറിനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ ഓഡിയൻസിന് പ്രസന്റ് ചെയ്യാനിരിക്കുകയാണ്. ഇപ്പൊ നിൽക്കുന്നത് ജോർജ് കുട്ടിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജോർജ് കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അത് മനസ്സിലാവും. ഒരുപാട് സിനിമകളുണ്ട് നമുക്ക് ഓർത്തു വയ്ക്കാൻ. വാനപ്രസ്ഥം, അല്ലെങ്കിൽ തൂവാനത്തുമ്പികൾ, താളപട്ടം, ചിത്രം, അങ്ങനെ ഒരുപാട് മാത്രം അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ജോർജ് കുട്ടി നമ്മൾ തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ 1, 2, 3 അയാൾ ആരാണെന്ന് ഒരു ആക്ടറായി എനിക്ക് മനസ്സിലാകുന്നില്ല. അയാൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി. അത് തന്നെയാണ് ജിത്തു പറഞ്ഞത്. എന്തായാലും 13 വർഷമായിട്ട് ഈ കുടുംബവുമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. അയാൾക്ക് ഒരു രഹസ്യം ഒളിപ്പിച്ച് വെക്കേണ്ടി വന്നു. അയാൾ ക്രൈമൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ മകൾക്ക് വേണ്ടി, അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി, അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അയാൾക്കൊരു സത്യം വെക്കേണ്ടി വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ട്. അത് അയാളുടെ ഒരു വാക്കാണ്. അപ്പോൾ അയാളുടെ ഒരു പ്രതിജ്ഞയാണ്. അത് കീപ്പപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് അയാൾ ഭയങ്കര ഒരു യാത്രയിലാണ്. അയാൾക്ക് വയ്യാതായി. അയാൾക്ക് എന്താ പറയുന്നത്, ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് എനിക്ക് ഭയമാണ്. ജോർജ് കുട്ടി അങ്ങനെ ഭയമില്ലാത്ത ആളൊന്നുമില്ല. എവറി മൊമെൻറ്റ് അയാൾക്ക് പേടിയാണ്. എന്തുകൊണ്ടാണ്? അയാളെ പറ്റിയല്ല, അയാളുടെ കുടുംബത്തെ പറ്റി. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഏജായി. ജോർജ് കുട്ടിക്ക് 13 വർഷങ്ങൾ കഴിഞ്ഞു. അവരുടെ കുട്ടികളൊക്കെ വലുതായി. അവർ പല ചോദ്യങ്ങൾക്കും അയാൾ ആൻസർ ചെയ്യേണ്ടി വരും. സിനിമയിൽ അങ്ങനെ ഉണ്ട്. അയാളുടെ ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് അവരുടെ മുന്നിലൊന്നും അദ്ദേഹത്തിന് യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ആ ഫാമിലിയുടെ മുമ്പിൽ മാത്രമല്ല, ആ ആൾക്കാരുടെ ആരുടെ മുമ്പിൽ എന്താണ് തൻ്റെ മനസ്സിലുള്ളതെന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരാളായി മാറി ജോർജ് കുട്ടി. സിനിമയിൽ പോലും അയാൾ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻസാണ് ചെയ്യുന്നത്. വളരെ സന്തോഷിക്കേണ്ട സമയത്ത് അയാൾ മനസ്സിൽ സങ്കടപ്പെടുന്നതായിരിക്കും, പക്ഷേ സങ്കടപ്പെടുന്ന കാണിക്കാതെ സന്തോഷത്തോടെയിരിക്കുന്നു. അപ്പം അത്രയും ഒരു കോംപ്ലക്സിറ്റി ഉള്ള ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന അയാൾക്കൊരു ഒരു സ്പിരിച്വാലിറ്റിയിലേക്കോ ഒരു ഫിലോസഫിക്കൽ തലത്തിലോട്ടൊക്കെ ജോർജ് കുട്ടി നടക്കേണ്ട സമയം. കാര്യം ഗിൽറ്റ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ലൈക്ക് ഹെൽ എന്നാണ്. ഇതൊരു നരകതുല്യമാണ് ഇതുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പം ഇത് എവിടെയെങ്കിലും അയാൾക്ക് ഇറക്കി വെക്കണം. അതിനാരുമില്ല, അയാൾ തനിച്ചാണ്. അപ്പം അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാം, അയാൾ ചർച്ചിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മൾ ആ ഡയലോഗ് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അയാളുടെ മനസ്സിലെന്താണ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഈ സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ട്. ആ ക്ലൈമാക്സിൽ അയാൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അയാൾ ചെയ്തത് എന്തിനു വേണ്ടിയാണ്, അതോ ഇനിയും അയാൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? പിന്നെ ഈ സിനിമയിൽ വളരെ പ്രത്യേകതയുള്ളത്, ഇത് 2 ഫാമിലീസിൻ്റെ കഥയാണ്. ഇത് പറഞ്ഞു, 2 അമ്മമാരുടെ കഥയാണ്, 2 അച്ഛന്മാരുടെ കഥയാണ്, 2 കുട്ടികളുടെ കഥയാണ്. ഇതിൽ പിന്നെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും 2 പേർക്കും തുല്യ ദുഃഖിതരാണ്. അപ്പോൾ ആരാണ് ശരി, ആരാണ് തെറ്റെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ജോർജ് കുട്ടിയും അതേ അവസ്ഥയിലാണ്, ഒരു പക്ഷേ പ്രഭാകരനും അതേ അവസ്ഥയിലാണ്. ഇതിൽ ജോർജ് കുട്ടിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് പ്രഭാകരൻ. കാര്യം അയാൾ എന്ന് പറയുന്നത് സത്യമാണെന്ന് എങ്ങനെ അറിയും?
നിങ്ങളൊന്നും പറയൂ, ഞാനത് ശരിയാക്കാം. അത് സത്യമാണോ അല്ലയോ എന്നറിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആരായാലും ജോർജ് കുട്ടി കാണുന്നത് ഒരു എതിരാളിയായിട്ടാണ്. അപ്പോൾ അതിനെ എങ്ങനെ അത് കൊണ്ട് നടക്കാമെന്നൊക്കെ പറയുന്ന ഒരു ചിന്തയിലാണ്. അപ്പോൾ ഭയങ്കരമായ ഭാരം മനസ്സിലേറി ഷോൾഡർ ചെയ്ത് നടക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. ഞാൻ പല പ്രാവശ്യം വന്നു ജോർജ് കുട്ടി ഒന്ന് രക്ഷിക്കും, പക്ഷേ ഇനിയും രക്ഷപ്പെടുത്തിയിട്ടില്ല. അപ്പം യു ക്യാൻ എക്സ്പെക്ട് ദൃശ്യം 4 ഓൾസോ സർ. അല്ല, അങ്ങനെ പറഞ്ഞു. ദിസ് ഇസ് ജസ്റ്റ് show, but it's not a show. Let people watch the film and let them decide whether we should do sequel, like 4 or 5. But Anthony has got a very different plan. He said we'll do 5. എന്തായാലും ഒരുപാട് സന്തോഷം. As an actor, I'm so thrilled because it never happens in films. For the last 13 years, I'm carrying this character and this family. They are growing and they are having a bunch of questions. George Clooney is not able to answer. അപ്പോൾ അങ്ങനെ ഈവൻ പിന്നെ ഈ പ്രേക്ഷകർക്കും അതിൽ അഭിനയിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും പ്രേക്ഷകർക്കറിയാം, പക്ഷെ അതിൽ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടേഴ്സിനും ഇയാൾ എന്താ ചെയ്തതെന്ന് അറിയില്ല. അതൊരു സ്ട്രേഞ്ച് ഫിനോമിനയാണ്. പ്രേക്ഷകർക്കറിയാം, അതിലെ പോലീസിനറിയാം, കുറച്ച് പേർക്കൊക്കെ അറിയാം ഇയാൾ എന്തോ ചെയ്തിരിക്കുന്നത്, ഡൺ സംതിങ്. ബട്ട് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല, ആ ഫാമിലിക്ക് അറിയില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇയാൾക്ക് ഈ വെയിറ്റ് താങ്ങി നടക്കാനുള്ള ശക്തി ഇല്ലാതായി. അപ്പം അതുകൊണ്ടാണ് ഈ സിനിമയിൽ പറയുന്നത്, ഇത് എനിക്ക് ഒരാളല്ല, ഒരുപാട് എതിരാളികളുണ്ട്, എനിക്ക് ഭയമാണ്. അങ്ങനെ ഒരു സിനിമയിലെ ഹീറോ എനിക്ക് പേടിയാണെന്ന് പറയാൻ ഒരിക്കലും അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ അയാൾ സത്യമാണ് പറഞ്ഞത്. നിങ്ങൾ നേരത്തെ ചോദിച്ചു ജോർജ് കുട്ടി നല്ല മനുഷ്യനാണെന്ന്. അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വാർത്ഥതയുള്ള മനുഷ്യനാണ്. എന്തിനാണ്? അയാൾക്ക് വേണ്ടിയല്ല, അയാളുടെ കുടുംബത്തോട്. അപ്പം ആ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി ഞാനിത് ഇടറിപ്പോയി. ഈ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി ഏതറ്റവും വരെയും പോകും. ദാറ്റ് ഈസ് ജോർജ് കുട്ടി. അതാണ് സത്യം. അതാണ് ജോർജ് കുട്ടിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. പക്ഷേ എൻ്റെ സിനിമ 48 years, ആ സിനിമാ ജീവിതത്തിൽ ഒരു ആക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കഥാപാത്രമാണ്. ഏറ്റവും കോംപ്ലക്സിറ്റിയുള്ള ഒരു കഥാപാത്രമാണ്. ഇപ്പോൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. നമ്മൾ അഭിനയിക്കും, അത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് പറയാൻ ക്യാമറയുടെ പുറകിലും ഇതിലൊക്കെ ആൾക്കാർ. പക്ഷേ ജോർജ് കുട്ടിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആർക്കും പറ്റില്ല. അതങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇങ്ങനെയൊരു ജോർജ് കുട്ടി ഉണ്ടാകുമോ എന്ന് എനിക്ക് ഇല്ല. ഇതിൽ ഏറ്റവും രസം ജോർജ് കുട്ടി എന്ന് പേരിട്ടതാണ്. അയാൾക്ക് കിഷൻ നായരെന്നെല്ലാം പേരാണെങ്കിൽ, അല്ല സീരിയസ്ലി അല്ലേ, ജോർജ് കുട്ടി എന്ന് പറയുന്നത് പറയാനൊരു സ്വീറ്റ് നെയിമാണ്, പക്ഷേ കുറച്ച് പ്രയാസമുള്ളതാണ്. Thank you so much, and once again sir, thank you very much for associating with us. That's why I said welcome to our family. We can do wonders. Okay, thank you so much. Thank you, sir. നമസ്കാരം. അതിയായ സന്തോഷം മോഹൻലാൽ സർ. കാര്യം ആശീർവാദ് സിനിമാസ് നിർമ്മാണം തുടങ്ങിയിട്ട് കഴിഞ്ഞ 27 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ 27 വർഷം മുൻപ് തുടങ്ങിയ അതേ സ്നേഹത്തോടെ ഇപ്പോഴും ഇതുപോലെ നിൽക്കാൻ പറ്റുന്നത്, സിനിമകൾ നിർമ്മിക്കാൻ പറ്റുന്നത്, ഇതെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഭാഗ്യമായിട്ട് കാണുന്നതാണ്. അതുപോലെ ഒരുപാട് വലിയ ചിത്രങ്ങൾ മലയാള ഭാഷയ്ക്ക് ഉണ്ടാകണമെന്ന് ഏറ്റവും സ്വപ്നത്തോടെ ഓരോ സിനിമയും സമീപിക്കുന്ന ഒരാളാണ്. അത് മോഹൻലാൽ സാറിൻ്റെ സിനിമകളിലൂടെ ആവുക എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിനുവേണ്ടി തുടങ്ങിയ സമയം മുതൽ 27 വർഷം മുൻപ് മുതൽ എൻ്റെ ലാൽ സാറിനോട് ചേർന്ന് നിന്ന് ഞാൻ അതിന് പ്രയത്നിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചില ഭാഗ്യങ്ങൾ കൂടെ ചേർന്ന് വരുന്നതിൽ തുല്യമായിട്ടാണ് ജിത്തു ജോസഫുമായിട്ട് എൻ്റെ സൗഹൃദത്തിൽ ഞാൻ കാണുന്നത്. കാരണം സിനിമ തുടങ്ങുന്നതിന്, കഥ പറയുന്നതിനെല്ലാം മുൻപ് തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിലെ ഒരാളെപ്പോലെ ആ കുടുംബവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കഥ ശരിക്കും എൻ്റെ ഭാര്യ ശാന്തിയാണ് എപ്പോഴോ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനത് വലിയൊരു പ്രാധാന്യം കൊടുക്കാതെ, അതിന് ചെവി കൊടുക്കാതെ ഞാൻ മാറിപ്പോയി. കാരണം ഒരുപാട് കഥകൾ പറയുന്ന ഒരാളായതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ്
ലാൽ സാറിനെ കാണാൻ ജിത്തു വന്ന് ഈ കഥ പറയുന്ന സമയത്ത് ഒരുപാട് കഥകൾ മോഹൻലാൽ സാറിന് വേണ്ടിയിട്ട് ഞാൻ കേൾക്കുന്ന ഒരാളാണ്. എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. പലപ്പോഴും പടങ്ങൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത പോലെ സംഭവിച്ചാൽ അതിന് ഒരുപാട് ഞാൻ ആണ് അതിന് കാരണമെന്ന് കേൾക്കുന്ന ആളാണ്. ഇതിലൊന്നും എനിക്ക് പരാതികളില്ല. പക്ഷേ ജിത്തു ജോസഫിൻ്റെ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ കഥ ലാൽ സാറിനോട് പറയാൻ വന്നപ്പോൾ ജിത്തു ആദ്യം എന്നോടാണ് ഈ കഥ പറയുന്നത്. ഇത് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞത്, ഒരുപാട് സന്തോഷമുള്ളത് കൊണ്ട് അത് വീണ്ടും വീണ്ടും പറയുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ മോഹൻലാൽ സാറിലേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം ജിത്തു ഈ കഥ ലാൽ സാറിനോടെന്ന് പറഞ്ഞു. ഞാനാണ് ലാൽ സാറിൻ്റെ അടുത്ത് ഈ കഥ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്. അപ്പോൾ അത് ലാൽ സാറിന് അത് ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണെന്ന് എനിക്ക് തോന്നുകയും സാധാരണ ആദ്യം ചോദിച്ച പോലെ തന്നെ വലിയ ആക്ഷൻ പടങ്ങളുടെ ഒരു ഫോർമാറ്റിൽ സിനിമ ഉണ്ടാകണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ സിനിമകൾക്ക് കൂടുതലും ഒരു ആക്ഷന് പ്രാധാന്യം കൊടുത്തുള്ള സിനിമകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ മോഹൻലാൽ സാർ ഒരു വേറൊരു തലത്തിൽ നിൽക്കുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട്. ലാൽ സാറിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി ഈ സിനിമയുടെ കഥയിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ജോർജ് കുട്ടി ശരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഹീറോ പരിവേഷം ആ കഥ തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ തരുന്നുണ്ട്. അത് ആക്ഷനിലൂടെ അല്ല എന്ന് മാത്രമേ, ഓരോ പ്രവൃത്തിയും ഒരു ആക്ഷന് പ്രാധാന്യം തരുന്ന പോലെ തന്നെ ആയിരുന്നു. അപ്പോൾ അത് ദൈവം അനുഗ്രഹിച്ച് അത് ലോകമെമ്പാടുമുള്ള എല്ലാ ഭാഷയിലുമുള്ള ആൾക്കാർ അത് കാണുന്നു, അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ ഭാഗ്യം തന്ന സിനിമയാണ് ദൃശ്യം 1. അപ്പോൾ ദൃശ്യം കഴിഞ്ഞ് അത്രയും സന്തോഷകരമായിരിക്കുന്ന സമയം മുതൽ ഞാൻ ജിത്തുവിൻ്റെ അടുത്ത് ഞാൻ 2ാം ഭാഗത്തിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ജിത്തു പറഞ്ഞല്ലാണ്ട് അതിനൊന്നും സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആദ്യം തെന്നിപ്പോകുമ്പോൾ ഞാൻ വീണ്ടും ജിത്തുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ കഥ പറഞ്ഞു തരാം. ജിത്തുവിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ദൃശ്യം 2ൻ്റെ കഥ ഞാൻ പറയാമെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു പോസ് അതിൽ കൂടുതലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെയോ ഇനി ജിത്തുവിനോട് പറയാത്തതാണോ? ശല്യപ്പെടുത്തൽ എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ ഒരു ഫ്രീഡം തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ജിത്തുവിനോട് പറയാം. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ദൃശ്യം 2 ഉണ്ടാകുന്നു. ദൃശ്യം 2 ഉണ്ടായി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മളതുപോലെ പറയുന്നു. അപ്പോൾ അങ്ങനെ ദൃശ്യം 3 ഉണ്ടായി. ദൃശ്യം 3 കഴിഞ്ഞപ്പോൾ ഇനി ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം ഇത് വീണ്ടും ഇങ്ങനെ പോകണം. അപ്പോൾ എനിക്കതിൽ ഏറ്റവും വലിയ സന്തോഷം, നമ്മൾ എവിടെ ചെന്നാലും ദൃശ്യം എന്ന് പറയുന്നൊരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് മലയാളിക്ക് അഭിമാനമാണ്. മോഹൻലാൽ സാർ ആ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. ജിത്തു ആ സിനിമ ജിത്തുവിൻ്റെ ആണ് ആ സിനിമ ഡയറക്ഷൻ, ജിത്തുവിൻ്റെ പടമാണെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. അതിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് പറ്റി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഏറ്റവും അഭിമാനവും സന്തോഷവും എല്ലാമാണ്. അതിന് വലിയ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ഈ ദൃശ്യം 1ഉം 2ഉം 3ഒക്കെ ഈ 13 വർഷം നടന്നു പോകുന്ന സമയത്തുള്ള വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ലാൽ സാറ്, മീന മാം, അതുപോലെ അതിൽ അഭിനയിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് പേരുണ്ട്. അപ്പം ഇവരെല്ലാം കൂടി വീണ്ടും കൂടുമ്പോൾ നമ്മളൊരു കുടുംബ ഒരു ഫീലിംഗ് നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുന്ന പോലെ. 13 വർഷം മുൻപ് മുതൽ ഇപ്പോഴും അത് കാര്യം 3 പടം ആകുമ്പോഴെങ്കിലും അതിങ്ങനെ കൂടെ ചേർന്ന് പോകുന്ന പോലെ. അപ്പം അത് ജീവിതകാലം മൊത്തം അങ്ങനെ കുറേ കാലോടെ അത് യാത്ര ചെയ്യാൻ ഉള്ള ഭാഗ്യമുണ്ടാകട്ടെ. ഈ സിനിമയെ അതുപോലെ എല്ലാവരും സ്വീകരിക്കട്ടെ. അതിനെ പ്രാർത്ഥിക്കുന്നു. അതെല്ലാം വളരെ സ്നേഹത്തോടെ തന്നെ കാണുന്നു. അതുപോലെ തന്നെ പനോരമ സ്റ്റുഡിയോസ്, കുമാർ സർ, വലിയ സന്തോഷം. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മലയാളത്തിനെ എല്ലാ സ്ഥലത്തേക്കും എങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക്, പ്രത്യേകിച്ചും ലാൽ സാറിൻ്റെ സിനിമകളെ അങ്ങനെ എത്തിക്കണമെന്ന് ചിന്തിക്കുന്ന എനിക്ക് ഇങ്ങനെ ഒരു അസോസിയേഷൻ കിട്ടുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രിയപ്പെട്ടതാണ്. അവർ ബോംബെയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന് ഇത്രയും വലിയ ഒരു സിനിമയിലേക്ക്, ലോകമെമ്പാടും എത്തിക്കാൻ പറ്റുന്ന ഒരു സിനിമയിലേക്ക് അവർ അസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഇനിയും മുമ്പോട്ടും ഒരുപാട് കാലം അങ്ങനെ ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ. ഒരുപാട് സിനിമകൾക്ക് വളർച്ച ഉണ്ടാവട്ടെ. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ എൻ്റെ യാത്രയിൽ 27 വർഷം മുൻപ് മുതൽ തുടങ്ങിയ സഹകരിച്ച എല്ലാവരെയും, എൻ്റെ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. ഞങ്ങളുടെ ആശീർവാദ് സിനിമാസിനെ ഈ രീതിയിൽ എത്തിച്ചതിന് എല്ലാ പ്രേക്ഷകരോടും എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി. ജിത്തു സാറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്വഭാവവും കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരെയും ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന
തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന, വളരെ നിഷ്കളങ്കമായ സൗഹൃദങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാൾ. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു മോശം ആളാന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അത്തരത്തിലുള്ളൊരു കഥാപാത്രത്തിന് ലാലേട്ടൻ്റെ മുഖം വന്നപ്പോൾ നമ്മളെല്ലാവരും ജോർജ് കുട്ടിയുടെ പക്ഷത്തായിരുന്നു. ഈ കഥാപാത്രം ക്രിയേറ്റ് ചെയ്ത ആളെന്നുള്ള നിലയിൽ ജോർജ് കുട്ടി നല്ലയാളാണോ മോശക്കാരനാണോ എന്താണ് സാറിന് പേഴ്സണലി തോന്നുന്നത്? Thank you and good evening. Personally, it's a tough question. 2009-ലാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ആ സമയത്ത് എനിക്ക് ലാൽ സാറിൻ്റെ മുഖമൊന്നും ഒന്നും മനസ്സിലില്ല. ഒരു ക്യാരക്ടറാണ് ജോർജ് കുട്ടി. ഞാനൊരു നമ്മളൊരു ആർട്ടിസ്റ്റിലേക്കൊന്നും ആക്ടറിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മനുഷ്യൻ, വളരെ നല്ലൊരു മനുഷ്യൻ, ഒത്തിരി നന്മകളുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ലൈഫിലൊരു പോയിന്റിൽ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അയാൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അയാളുടെ ഒരു ഐഡിയോളജിയോ അല്ലെങ്കിൽ എത്തിക്സിനൊക്കെ എഗനിസ്റ്റ് ആയിട്ട് അയാൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. പക്ഷേ അയാളുടെ കാഴ്ചപ്പാടിൽ അയാൾ ചെയ്യുന്നത് ശരിയാണ്. സിനിമയിലെ ഡയലോഗ് പറയുന്ന പോലെ, എൻ്റെ ശരികൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒത്തിരി ശരിയാണ് നിയമവിരുദ്ധമായ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ നമ്മൾ പറയല്ലേ, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് മാനസികാവസ്ഥയിൽ നിന്നാണ് ജോർജ് കുട്ടി ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ജോർജ് കുട്ടിക്കും ജോർജ് കുട്ടിയുടെ ഫാമിലിക്കും ജോർജ് കുട്ടിയെ സ്നേഹിക്കുന്നവരുടെ പെർസ്പെക്റ്റീവിൽ ജോർജ് കുട്ടി വളരെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ അതുകൊണ്ട് അഫക്റ്റഡ് ആകുന്ന വ്യക്തികൾ, ഇപ്പോൾ പ്രഭാകറായാലും ഗീതാ പ്രഭാകറായാലും അതുപോലെ വേറെ പല രീതിയിൽ, ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരായാലും വേറെ ഏതെങ്കിലും രീതിയിൽ ജോർജ് കുട്ടി യൂസ് ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞവർക്കും ജോർജ് കുട്ടി ഒരു നല്ല മനുഷ്യനല്ല. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്പെക്റ്റീവ്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്കും എല്ലാവരുടെയും മുന്നിൽ നമ്മൾ നല്ല മനുഷ്യരൊന്നുമല്ല. ചിലരുടെ മുന്നിൽ നല്ല മനുഷ്യരാണ്. നമ്മളെ സ്നേഹിക്കുന്നവർ ചിലപ്പം സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ നല്ല മനുഷ്യരാണ്. നമ്മളെ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ വളരെ മോശക്കാരനായ ഒരു മനുഷ്യനാണ്. സോ അത് തന്നെയാണ് ഇതിനുള്ള ഉത്തരം. ഇത് പെർസ്പെക്റ്റീവാണ്, ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ അത് മാറും. പക്ഷേ ആസ് എ ക്രിയേറ്റർ ഞാൻ ജോർജ് കുട്ടി ഒരു നല്ല മനുഷ്യനായിട്ട് തന്നെയാണ്. കാരണം അതൊരു സർവൈവൽ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റാണ് ആക്ച്വലി. സോ ഫോർ മീ ജോർജ് കുട്ടി ഈസ് എ വെരി നോബിൾ, ജോർജ് കുട്ടി ഈസ് എ വെരി ഗുഡ് മാൻ. സർ, ദൃശ്യം 3 മെയ് 21 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഈ സമയത്തുള്ള സാറിൻ്റെ തോട്ട്സ് എന്തൊക്കെയാണ്? എന്നാലും ഇത്രയും ഒത്തിരി തവണ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു സദസ്സ് കിട്ടിയപ്പോഴും ഇത്രയും ക്യാമറാസും ഫ്രണ്ടിലുള്ളതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ പറയുകയാണ്. ഞാൻ പറയുന്നത് ആരും അംഗീകരിക്കാറില്ല, പക്ഷെ എന്നാലും ഞാൻ പറയും. ദൃശ്യം ഇസ് എ ഫാമിലി ഡ്രാമ. അതൊരു സസ്പെൻസ് ട്വിസ്റ്റ് എൻ്റർടൈൻ അല്ലെങ്കിൽ ത്രില്ലർ സിനിമയല്ല. ഫോർ മീ ഇറ്റ്സ് എ ഇമോഷണൽ ഫാമിലി ഡ്രാമ. കാരണം ആ കഥയുടെ വളർച്ചയിൽ ജോർജ് കുട്ടിയുടെയും അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞു, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ്, അതിൻ്റെ ഒരു വളർച്ചയിൽ, കഥാഗതിയുടെ വളർച്ചയിൽ ചില സംഭവവികാസങ്ങൾ നിങ്ങളെ സർപ്രൈസ് ചെയ്യിച്ചിട്ടുണ്ടാവാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സർപ്രൈസസ് മാത്രം എടുത്തെന്നല്ല, അത് ഉയർത്തിക്കാട്ടിയപ്പോൾ എവിടെയോ രണ്ട് അച്ഛന്മാരുടെയും രണ്ട് അമ്മമാരുടെയും ഒക്കെ ഇമോഷൻസ് താന്നുപോയി എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ടായിരുന്നു. ഞാൻ പലതവണ പറയാൻ ശ്രമിക്കുമ്പോഴും ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ദേ ആർ ത്രിൽഡ് വിത്ത് ദാറ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഫോർ മീ ഫസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജോർജ് കുട്ടിയുടെ ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്. ആക്ച്വലി ജോർജ് കുട്ടി ഭയങ്കര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു നോർമൽ മനുഷ്യനാണ്, ഒരു കോമൺ സെൻസ് ഉണ്ട്. ആൻഡ് അയാളുടെ നോളജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അക്വേർഡ് ഫ്രം ഫിലിംസ്. അപ്പോൾ അതിൽ നിന്ന് പുള്ളി ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഭാര്യ തുടങ്ങി വെച്ച ഒരു കാര്യം, മകളൊരു അബദ്ധം കാണിച്ചു,
അപ്പോൾ തന്നെ ഭാര്യ അതെടുത്ത് ഹൈഡ് ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ആൻഡ് ഹീസ് ട്രൈങ് ടു പ്രൊട്ടക്ട്. അപ്പോൾ അവിടെ കുറച്ച് എന്താ പറയുക ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മൂവ്സ് നടത്തി. അതായിരുന്നു ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് അതിലും ജോർജ് കുട്ടി ഭയങ്കര അലേർട്ടാണ്. മേ ബി ഇത്രയും സേഫാക്കി വെച്ചെങ്കിലും പോലീസ് എന്ത് വേണമെങ്കിലും തന്നിലേക്ക് എത്താമെന്നുള്ള പ്രദേശമുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചു, വന്നാൽ ഇൻ കേസ്. അതായിരുന്നു സെക്കൻഡ്. തേർഡിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് സേഫാണ്. അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സാറ്റിസ്ഫൈഡ് ആയി അവർക്ക് വേണ്ടത് തിരിച്ചു കിട്ടി അവർ പോയി. എങ്കിലും ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയമാണ്, ആരാണ് ഇനി തൻ്റെ പിന്നാലെ ഉള്ളതെന്ന്. അപ്പം തേർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഐ എം കോൺസെൻട്രേറ്റിംഗ് ഓൺ ജോർജ് കുട്ടീസ് ഇമോഷൻസ്, ഹിസ് ഫിയർ. അയാളുടെ പേടിയും അയാളുടെ എന്താ പറയുക ഇമോഷൻസിലുമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്തവണ ഫസ്റ്റിലും സെക്കൻഡിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. തേർഡിന് തൻ്റെ പിന്നാലെ ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ആര് എന്ന് ജോർജ് കുട്ടിക്ക് അറിയാൻ പറ്റില്ല. ഫസ്റ്റിലും സെക്കൻഡിലും ആരാണ് തൻ്റെ പിന്നാലെ എന്ന് വ്യക്തമായ ധാരണയുണ്ട്. പോലീസുണ്ട്, വേറൊരു ഫാമിലി ഉണ്ട്. പക്ഷെ 3ൽ അദ്ദേഹം ഫേസ് ചെയ്യുന്ന 2ൻ്റെ എങ്ങനെയായിരുന്നു നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. അതായത് നമ്മുടെ അടുത്ത വരവിനായി അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ. അതിനാണ് അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അപ്പം സത്യത്തിൽ അയാൾ ആ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അയാൾക്ക് പോലും ഉറപ്പില്ല പോലീസ് വരുമെന്ന്. സോ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, ഇരുട്ടിത്തപ്പുവാണ്. എനിക്കവിടെ ഏറ്റവും അപകടകരമായ ഒരു സിറ്റുവേഷനാണത്. അപ്പോൾ ദൃശ്യം 3 കൂടുതൽ ജോർജ് കുട്ടിയുടെ ഇമോഷൻസും ജോർജ് കുട്ടിയുടെ ഫിയറുമാണ്. ഓഫ് കോഴ്സ് കുറച്ച് നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന എലിമെന്റ്സ് ഒന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രം അല്ല ദൃശ്യം. സോ അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം അത് എക്സ്പെക്ട് ചെയ്ത് സിനിമ കാണാൻ പറയരുത്. യു വിൽ ഗെറ്റ് ഡിസപ്പോയിന്റഡ്. താങ്ക് യു. ഞാൻ ഈ ചോദിച്ച പോലെ 2 അച്ഛന്മാരുടെ കഥ ആണ് ദൃശ്യം. പക്ഷെ പ്രേക്ഷകരെല്ലാവരും ഒരച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇതിനെ? ഞാനും ഒരു പരിധിവരെ അച്ഛൻ്റെ കൂടെ തന്നെയാണ്. കാരണം ദൃശ്യം 1ൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്രഭാകരനറിയാം സ്വന്തം മകൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ജോർജ് കുട്ടി ചെയ്തത് വലിയൊരു അപരാധമാണെന്ന് ഉള്ളിലറിയാമെങ്കിലും കുറച്ചൊരു ചായവ് ആ ഭാഗത്തേക്കുണ്ട്. ദൃശ്യം 2ൽ നമ്മൾ കണ്ടു, മകൻ്റെ ഒരു ബോഡി റിമൈൻസ് ചോദിച്ചുകൊണ്ട് ജോർജ് കുട്ടിയോട് വന്ന് അപേക്ഷിക്കുന്ന ഒരു പ്രഭാകരനെയും നിങ്ങൾ കണ്ടു. ദൃശ്യം 3ൽ എന്താണെന്നുള്ളത് പറയാനും പറ്റില്ല. കഥാപാത്രത്തെ പറ്റിയൊന്നും വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. സിനിമയെ പറ്റി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയും, സിനിമയെ പറ്റി ഒന്നും സംസാരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ 3-ാം തീയതി വരെ, അല്ല 21-ാം തീയതി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അറിയാം പ്രഭാകരൻ്റെയും ഗീതാ പ്രഭാകരൻ്റെയൊക്കെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്താണ്, പ്രയാസം എന്താ. ഓഫ് കോഴ്സ് മകൻ നഷ്ടപ്പെട്ട വേദനയുണ്ട്. ഇനിയും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ജോർജ് കുട്ടിയെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും 2 സന്തോഷമാണ്. മെയ് 21-ാം തീയതി ഒന്ന് നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാലിൻ്റെ ജന്മദിനമാണ്. ആ ജന്മദിനത്തിന് മോഹൻലാൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ദൃശ്യം 3. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സിനിമ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. സിനിമ ഒരു വൻ വിജയമാവട്ടെ എന്ന് കേരളത്തിലെ എല്ലാ പ്രേക്ഷകരെയും പോലെ ഞാനും ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ആക്ച്വലി ആദ്യമായിട്ട് ദൃശ്യം സെറ്റിലേക്ക് വന്നതാണ് ഓർക്കുന്നത്. കൈകാലൊക്കെ വരച്ച് എങ്ങനെയാണ് പോലീസ് വേഷം ഇടുന്നതെന്നൊക്കെ ആലോചിച്ച് ആ ഒരു നിമിഷമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ 13 വർഷങ്ങൾ കഴിഞ്ഞു. ഗീതാ പ്രഭാകർ IPS ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞ ദൃശ്യം 2ൽ ജോലിയില്ല, പക്ഷെ പുറകിലായിരുന്നു. പിന്നെ അമ്മ റാണിയുടെ 2 പെൺകുട്ടികൾ, ഗീതാ പ്രഭാകരൻ്റെ മകൻ. എല്ലാ അമ്മമാർക്കും മക്കൾ ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ. ഇക്ക പറഞ്ഞതുപോലെ ഇക്ക എപ്പോഴും കുറച്ചൊക്കെ ജോർജ് കുട്ടിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമായിരുന്നു. ഗീതാ പ്രഭാകരൻ അങ്ങനെ ചിന്തിക്കാൻ, അമ്മമാർക്ക് അങ്ങനെ ചിന്തിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. എല്ലാവർക്കും അവരവരുടെ മക്കൾ തെറ്റ് ചെയ്താലും അവരവരുടെ മക്കളാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. നമുക്ക് നോക്കാം ദൃശ്യം 3 വരുമ്പോൾ ഗീതാ പ്രഭാകരൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ, അമ്മ അതെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതൊക്കെ. ഒരുപാട് നല്ല മെമ്മറീസാണ് അന്നും ഇന്നും 1, 2, 3ലേക്ക് എത്തുമ്പോൾ. ഒരുപാട് സ്വീറ്റ് മെമ്മറീസ്, ഒരുപാട് പേരോട് കടപ്പാട്. ജിത്തു സാറിനോട്, ലാലേട്ടനോട്, ആൻ്റണി ചേട്ടനോട്, മലയാളി പ്രേക്ഷകരോട് എല്ലാവരോടും കടപ്പാടാണ് ഗീതാ പ്രഭാകരന് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
സത്യം പറഞ്ഞാൽ ദൃശ്യം ഈ 13 വർഷമായി എന്ന് നമുക്ക് തോന്നുന്നത് അനുവിനെ കാണുമ്പോഴാണ്. കാര്യം ആദ്യം തുടങ്ങുമ്പോൾ യൂണിഫോം എനിക്കൊന്ന് പിനാഫോറൊക്കെ ഇട്ട് ഫ്രോക്കൊക്കെ ഇട്ട് ഹെയർ ബോക്ക് വെച്ചിട്ടുള്ള ഒരു കൊച്ചു കുട്ടിയായിരുന്നു. ആ കൊച്ചുകുട്ടിയാണ് ഇപ്പോൾ അനുവിനെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മൾ ക്യാരക്ടറിനെ നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നോർമൽസിയിലേക്ക് എത്തിയത് അനുവിൻ്റെ ക്യാരക്ടറായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും എന്നൊക്കെ സിനിമയിൽ തന്നെ പറയുകയുണ്ടായി. എന്നിരുന്നാലും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് പോലും ഒപ്പം നിൽക്കുന്നവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി, ആ ഒരു സൗഹൃദത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ഇതിൻ്റെയൊക്കെ അവസാനത്തിലാണ് നമ്മൾ സിനിമ അവസാനിച്ചത്, ദൃശ്യം 2 അവസാനിച്ചത്. ദൃശ്യം 3യിലേക്ക് വരുമ്പോൾ ഇത്രയും കാലം സംഭവിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ അനുവിൻ്റെ ലൈഫിലെ നോർമൽസിനെ ബാധിച്ചോ, അതോ അനുവിനും ഭയം വന്ന് തുടങ്ങിയോ ദൃശ്യം 3യിലെത്തിയപ്പോൾ? Good evening, everybody. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. I'd like to say a few words before jumping into the question, if you don't mind. So, ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്തു, ബിക്കോസ് ഇറ്റ്സ് എ ലോങ് ജേർണി, 13 years, എസ്പെഷ്യലി വെൻ ഐ ലുക്ക് അറ്റ് മൈ സെൽഫ് ഓൺ ദ സ്ക്രീൻ. വളരെ കുഞ്ഞായിട്ട് ഇരുന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ സാരിയൊക്കെ കൊടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഐ എം ജസ്റ്റ് റിയലൈസിങ് ഓക്കെ വാവ്. സോ ഞാൻ ഇന്നും ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഫോർ മീ ഇറ്റ്സ് ഗോയിങ് ടു ബി മൈ ലൈഫ് ബിഫോർ ദൃശ്യം ആൻഡ് ആഫ്റ്റർ ദൃശ്യം, ബിക്കോസ് എവറിതിങ് ചേഞ്ച്ഡ്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരുന്നു. സോ ഐ ജസ്റ്റ് വുഡ് ലൈക്ക് ടു സേ താങ്ക് യു ടു ജീതു അങ്കിൾ ആൻഡ് ആന്റണി അങ്കിൾ, ബിക്കോസ് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് ലൈഫിലെന്നും. കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, അനു ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽസി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഫാമിലിയിൽ എനിമോർ. കാരണം ഒരു ക്രൈം ചെയ്തു അതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനു മേലൊന്ന് കള്ളങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക, അതിനിങ്ങനെ എന്താ പറയുക കോൺസ്റ്റന്റ്ലി ഫൈറ്റിംഗ് ടു നോട്ട് ഗോ ടു ജയിൽ. അപ്പോൾ അതിന് നമ്മൾ പേ ചെയ്യുന്ന പ്രൈസാണ് ഈ പറയുന്ന ഫിയർ അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത്. ശരിയാണ്, അനുവിനെ നോക്കി കാണുമ്പം ഒരു വിധത്തിൽ ടീനേജറായി, അതിൻ്റെ ടാൻട്രംസ് ഉണ്ട്, ഒരു നോർമലായി എന്ന് വിശ്വസിക്കാം. ബട്ട് ഡീപ്പ് ഡൗൺ എല്ലാ ദിവസവും പേടിയാണ്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാലോ. അതേപോലെ തന്നെ ആര് വിശ്വസിക്കണം, ആര് വിശ്വസിക്കേണ്ട, സുഹൃത്തുക്കളാണെങ്കിലും. ബിക്കോസ് ടീനേജറാണ് അല്ലെങ്കിൽ ഇപ്പം തേർഡിലേക്ക് വരുമ്പോൾ അഡൾട്ടാണ്. ഈ പറയുന്ന ഒരു നോർമൽ ലൈഫ് എല്ലാവരും ആഗ്രഹിക്കും, പക്ഷേ അതുണ്ടോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ബട്ട് അഗൈൻ ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു, ഒരു ഇളയ കുട്ടി കുറുമ്പത്തി എന്നുള്ളത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആക്കാനും ചിരിപ്പിക്കാനും അല്ലെങ്കിൽ അമ്മയോട് എപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടാനും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ് അനു ഇതിനകത്ത്. ബട്ട് ഡീപ്പ് ഡൗൺ ഇൻസൈഡ് ആ പേടി എന്നും ഉണ്ട് അനുവിടെ മനസ്സിലും. ആൻഡ് ജോർജ് കുട്ടി പറയുന്ന പോലെ ഒരു കാര്യം ചെയ്തു, തിങ്സ് യു നോ ബ്യൂട്ടിഫുൾ ലവ് ആൻഡ് പേയിങ് ദ പ്രൈസ് ഫോർ ഇറ്റ്. അപ്പോൾ പേടിയൊന്നും ഉണ്ട്, അത് അങ്ങനെ ഇങ്ങനെ ഒന്നും പോയില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ബിക്കോസ് വി ലവ് ഈച്ച് അതർ സോ മച്ച്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചോദ്യങ്ങളുണ്ട് അനുവിന്, ഇനി എങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ കാണുന്നവരെ സംബന്ധിച്ചറിയാം, അല്ലെങ്കിൽ ജോർജ് കുട്ടി ഇതൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ വീട്ടിലുള്ള ഒരാൾക്കും അറിയില്ല എന്തൊക്കെയാണ് ജോർജ് കുട്ടി ചെയ്യുന്നത് പുറത്തു പോയിട്ട് എന്നുള്ളത്. അപ്പോൾ തേർഡിലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ അനു കുറച്ചുകൂടെ മെച്ചുവേർഡായി. ചേച്ചി ഒരു പൊടിക്ക് സൈലന്റ് ആണെങ്കിൽ അനു ഒരു പൊടിക്ക് എന്താ പറയുക, എല്ലാത്തിനും ചോദ്യങ്ങളുണ്ട്, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആൻസേഴ്സ് സീക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ഈ പറയുന്ന പോലെ യങ് ആണ്, അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡീപ് ഡൗൺ വി ഓൾ ലവ് അവർ ഫാമിലി സോ മച്ച്, ജോർജ് കുട്ടിയും കുടുംബവും. അപ്പം നമ്മൾ അതിനെ എങ്ങനെ അതിൽ നിന്ന് സെയിൽ ത്രൂ ചെയ്യുന്നു എന്നുള്ളതാണ് 3-ല്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായും ദൃശ്യം 3യുടെ ട്രെയിലർ ലോഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പായി ജോർജ് കുട്ടിയുടെ ഒരു ചോദ്യം കൂടി, ആ വലിയ ക്വസ്റ്റ്യൻ, നമ്മൾ മറ്റേ ബാഹുബലി ഇറങ്ങിയപ്പോൾ എല്ലാവരും സംശയം കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കുത്തിയെന്നുള്ളത്. അതുപോലെ 3 ഇറങ്ങുമ്പോൾ ജോർജ് കുട്ടി ഫൈനലി പിടിക്കപ്പെടുമോ? പിടിക്കപ്പെട്ട എന്ത് ജോർജ് കുട്ടി? ഡെഫിനറ്റ്ലി. അപ്പോൾ ഇനി ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിൽ ട്രെയിലർ ലോഞ്ച് അതിന് ഒരുപാട് അർത്ഥമുണ്ട്. പിടിക്കപ്പെട്ടാൽ did you get it? She's asking whether he'll George Kuti would be caught by the police or anybody else. I said if George Kuti is ready to do that, then who is George Kuti? So George Kuttiക്ക് എന്ത് സംഭവിക്കുന്ന എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോർജ് കുട്ടി ഇതിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ജോർജ് കുട്ടി പിടിക്കപ്പെടണോ? വേണ്ട. അപ്പൊ 21-ാം തീയതി കാണാം. മിക്കവാറും
ജോർജ് കുട്ടി. അത് ജോർജ് കുട്ടിയായിട്ടിരിക്കുന്നത്. ജോർജ് കുട്ടിയെ പോലെ തന്നെയാ, പിടിയൊന്നും തരുന്നില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.